Hey learners, welcome back to Smart Slate PSC HSA Social Science Hub. ഇന്നത്തെ വീഡിയോയിൽ എക്കണോമിക്സിൻ്റെ ഭാഗത്തു നിന്നും HSA സോഷ്യൽ സയൻസ് പരീക്ഷകളിൽ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. രണ്ട് ഭാഗങ്ങളായാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഫസ്റ്റ് പാർട്ടാണ്. സെക്കൻഡ് പാർട്ട് അടുത്തൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. 69/22 എന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യം ദേശീയ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ്റെ സെക്രട്ടറി ആരാണ് എന്നാണ്. ഓപ്ഷൻ എ RBI ഗവർണർ, ഓപ്ഷൻ ബി ധനകാര്യമന്ത്രി, ഓപ്ഷൻ സി മുഖ്യ സ്റ്റാറ്റിസ്റ്റീഷ്യൻ, ഓപ്ഷൻ ഡി ധനകാര്യ സെക്രട്ടറി. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി മുഖ്യ സ്റ്റാറ്റിസ്റ്റീഷ്യനാണ്. ഇദ്ദേഹം മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ സെക്രട്ടറി കൂടിയായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സാമ്പത്തിക വികസനത്തെ സ്വാധീനിക്കുന്ന സാമ്പത്തികേതര ഘടകം ഏത്? ഓപ്ഷൻ എ പ്രകൃതി വിഭവങ്ങൾ, ഓപ്ഷൻ ബി മൂലധന സ്വരൂപണം, ഓപ്ഷൻ സി വിദ്യാഭ്യാസം, ഓപ്ഷൻ ഡി വർദ്ധിച്ച കാർഷികോൽപാദനം. ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി വിദ്യാഭ്യാസം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടാത്ത ഘടകം ഏത്? ഓപ്ഷൻ എ ഖനനം, ഓപ്ഷൻ ബി വൈദ്യുതി, ഓപ്ഷൻ സി വ്യാപാരം, ഓപ്ഷൻ ഡി ഉൽപാദനം. ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി വ്യാപാരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ വേൾഡ് ഇക്കണോമിക് ഫോറം സ്ഥാപകൻ ആര്? ഓപ്ഷൻ എ അലക് ബാൾവിൻ, ഓപ്ഷൻ ബി ക്ലോസ് മാർട്ടിൻ ഷോപ്പ്, ഓപ്ഷൻ സി ഓട്ടോ വോൺ ഹാബ്സ്ബർഗ്, ഓപ്ഷൻ ഡി പോൾ ക്രൂഗ്മാൻ. The right answer is option B, ക്ലോസ് മാർട്ടിൻ ഷോപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ഏതു മന്ത്രാലയത്തിൻ്റെ കീഴിലാണ്? ഓപ്ഷൻ എ സ്റ്റാറ്റിസ്റ്റിക്സ് പദ്ധതി നിർവഹണം, ഓപ്ഷൻ ബി ധനകാര്യ വകുപ്പ്, ഓപ്ഷൻ സി വ്യാപാര വ്യവസായ വകുപ്പ്, ഓപ്ഷൻ ഡി ആരോഗ്യവും കുടുംബക്ഷേമവും. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ സ്റ്റാറ്റിസ്റ്റിക്സ് പദ്ധതി നിർവഹണം, മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതുമായി ബന്ധമില്ലാത്ത വ്യക്തി. ഓപ്ഷൻ എ ദാദാഭായ് നവറോജി, ഓപ്ഷൻ ബി VKRV റാവു, ഓപ്ഷൻ സി RC ദേശായ്, ഓപ്ഷൻ ഡി സബ്യസാച്ചി മുഖർജി. ദ ആൻസർ ഈസ് സബ്യസാച്ചി മുഖർജി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യ ഗവൺമെൻറ് നീതി ആയോഗ് ആരംഭിച്ചത് ഏത് സ്ഥാപനത്തിന് പകരമായാണ്? ഓപ്ഷൻ എ ധനകാര്യ കമ്മീഷൻ, ഓപ്ഷൻ ബി നിയമ കമ്മീഷൻ, ഓപ്ഷൻ സി മനുഷ്യാവകാശ കമ്മീഷൻ, ഓപ്ഷൻ ഡി ആസൂത്രണ കമ്മീഷൻ. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ആസൂത്രണ കമ്മീഷനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് നീതി ആയോഗ് സ്ഥാപിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദേശീയ വരുമാനം കണ്ടുപിടിക്കുന്നതിനുള്ള രീതികളിൽ ഉൾപ്പെടാത്തത്. ഓപ്ഷൻ എ ഉൽപാദന രീതി, ഓപ്ഷൻ ബി സേവന രീതി, ഓപ്ഷൻ സി ചെലവ് രീതി, ഓപ്ഷൻ ഡി വരുമാന രീതി. ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി സേവന രീതി. ഇതെല്ലാം നമ്മുടെ +2 ടെക്സ്റ്റ് ബുക്കിലുള്ള കോണ്ടൻ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ മെഹബൂബ് ഉൽ ഹക്ക് മനുഷ്യ വികസനത്തിൻ്റെയും 4 തൂണുകളായി വിശേഷിപ്പിച്ചവയിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ സമത്വം, ഓപ്ഷൻ ബി സുസ്ഥിരത, ഓപ്ഷൻ സി ഊർജം, ഓപ്ഷൻ ഡി ഉൽപാദനക്ഷമത. ദ ആൻസർ ഈസ് ഓപ്ഷൻ സി ഊർജം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മൊത്തം ആഭ്യന്തര ഉൽപാദനം അതായത് GDP കണക്കാക്കുന്നതിൽ ബന്ധപ്പെടാത്ത ആശയം. ഓപ്ഷൻ എ സാമ്പത്തിക വർഷം, ഓപ്ഷൻ ബി ആഭ്യന്തര അതിർത്തി, ഓപ്ഷൻ സി ഇന്ത്യക്കകത്തുള്ളവരുടെ സേവന മൂല്യം, ഓപ്ഷൻ ഡി ഇന്ത്യക്ക് പുറത്തുള്ളവരുടെ സേവന മൂല്യം. ഇതിൻ്റെ ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് GDP എന്നറിഞ്ഞാൽ മതി. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഇന്ത്യക്ക് പുറത്തുള്ളവരുടെ സേവന മൂല്യം. നമ്മൾ GDP കണക്കാക്കുന്ന സമയത്ത് ഇന്ത്യക്ക് അകത്തുള്ളവരുടെ മാത്രമേ അതായത് രാജ്യാന്തര അതിർത്തിക്കുള്ളിൽ എന്ന് ആണ് നമ്മൾ കണക്കാക്കുന്നത്. അടുത്തതായിട്ട് 125/2016 എന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആഡം സ്മിത്ത് വെൽത്ത് ഓഫ് നേഷൻസ് എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ച വർഷം. എ 1776, ബി 1756, ഓപ്ഷൻ സി 1856,
ഓപ്ഷൻ ഡി 1890. ദ ആൻസർ ഈസ് ഓപ്ഷൻ എ 1776. പുസ്തകത്തിൻ്റെ പേരെന്തായിരുന്നു? ആൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. PPC കോൺകേവ് രൂപമായിരിക്കാൻ കാരണം? ഓപ്ഷൻ എ സീമാന്ത അവസരാത്മക ചെലവ് വർദ്ധിക്കുന്നതുകൊണ്ട്. ഓപ്ഷൻ ബി സീമാന്ത അവസരാത്മക ചെലവ് കുറയുന്നതുകൊണ്ട്. ഓപ്ഷൻ സി സീമാന്ത അവസരാത്മക ചെലവ് സ്ഥിരമായി നിൽക്കുന്നതുകൊണ്ട്. ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ദ ആൻസർ ഈസ് സീമാന്ത അവസരാത്മക ചെലവ് വർദ്ധിക്കുന്നത് കൊണ്ട്. സീമാന്ത അവസരാത്മക ചെലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. നമ്മൾ ഇനി എക്കണോമിക്സിൻ്റെ ക്ലാസ്സസിൽ അത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. P1x1 പ്ലസ് P2x2 ഈക്വൽ ടു M എന്ന സമവാക്യം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ എ ഉൽപാദക സാധ്യത വക്രം, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. ഓപ്ഷൻ ബി ബജറ്റ് ലൈൻ. ഓപ്ഷൻ സി നിസ്സംഗതാ വക്രം, ഇൻഡിഫറൻസ് കർവ്. ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി ബജറ്റ് ലൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Q ഈക്വൽ ടു 10 - 2P എന്നത് ഒരു ചോദന വക്ര സമവാക്യമായി കരുതുക. വില 3 രൂപയായാൽ ചോദനത്തിൻ്റെ അളവ് എത്ര? ഓപ്ഷൻ എ 10, ഓപ്ഷൻ ബി 6, ഓപ്ഷൻ സി 4, ഓപ്ഷൻ ഡി 5. ചോദ്യത്തിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ചോദ്യ എന്നല്ല, ചോദനം, ഡിമാൻഡ് കർവ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. തന്നിട്ടുള്ളത് ഒരു ഇക്വേഷനാണ്. അപ്പോൾ Q എന്ന് പറയുന്നത് ക്വാണ്ടിറ്റിയാണ്. 10 - 2P, 2 × P, P എന്ന് പറയുന്നത് പ്രൈസാണ്. ഇവിടെ പ്രൈസ് തന്നിട്ടുണ്ട് 3 രൂപയാണ് എന്നുള്ളത്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആൻസർ 4 എന്ന് കിട്ടും. ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നതിൽ സ്ഥിര ചെലവുകളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ എ ഭൂമി, ഓപ്ഷൻ ബി കെട്ടിടം, ഓപ്ഷൻ സി വാടക, ഓപ്ഷൻ ഡി ഇന്ധന ചെലവ്. ഇതിൽ സ്ഥിര ചെലവുകൾ പെടാത്തത് എന്ന് പറയുന്നത് ഇന്ധന ചെലവാണ്. ഓപ്ഷൻ ഡി. താഴെ പറയുന്നവയിൽ ഏതാണ് മൂലധന വസ്തുവായി പരിഗണിക്കുന്നത്? ഓപ്ഷൻ എ വൈദ്യസേവനം, ഓപ്ഷൻ ബി ഭക്ഷണ സാധനങ്ങൾ, ഓപ്ഷൻ സി യന്ത്രങ്ങൾ, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ദ ആൻസർ ഈസ് ഓപ്ഷൻ സി യന്ത്രങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ വിദ്യുത് ശക്തി, ഓപ്ഷൻ ബി നിർമ്മാണ പ്രവർത്തനം, ഓപ്ഷൻ സി ജലവിതരണം, ഓപ്ഷൻ ഡി ആരോഗ്യം. ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി ആരോഗ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാണിജ്യ ബാങ്കുകളുടെ പ്രാഥമിക ധർമ്മങ്ങൾ. ഓപ്ഷൻ എ നിക്ഷേപം സ്വീകരിക്കൽ മാത്രം, ഓപ്ഷൻ ബി വായ്പ നൽകാൽ മാത്രം, ഓപ്ഷൻ സി ഏജൻസി ധർമ്മങ്ങൾ, ഓപ്ഷൻ ഡി നിക്ഷേപം സ്വീകരിക്കലും വായ്പ നൽകലും. ഇപ്പോൾ വാണിജ്യ ബാങ്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൈമറി ഫങ്ഷനിൽ നിക്ഷേപം സ്വീകരിക്കലും വരും, അതുപോലെ തന്നെ വായ്പകൾ നൽകലും വരും. അപ്പോൾ ഓപ്ഷൻ ഡി നിക്ഷേപം സ്വീകരിക്കലും വായ്പകൾ നൽകലും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാധ്യത്തിൽ നിന്നുള്ള മൂല്യങ്ങളുടെ അന്തരത്തിൻ്റെ തുക ഏത്? ഓപ്ഷൻ എ 0, ഓപ്ഷൻ ബി 4, ഓപ്ഷൻ സി 2, ഓപ്ഷൻ ഡി 1. ദ ആൻസർ ഈസ് ഓപ്ഷൻ എ 0. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ശ്രേണിയിലെ ഏറ്റവും വലിയ വിലയും ഏറ്റവും ചെറിയ വിലയും തമ്മിലുള്ള അന്തരമാണ് ഓപ്ഷൻ എ റേഞ്ച്, ഓപ്ഷൻ ബി ക്വാർട്ടൈൽസ്, ഓപ്ഷൻ സി മീഡിയൻ, ഓപ്ഷൻ ഡി മോഡ്. നമുക്കത് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ലേ? ഏറ്റവും വലിയ വിലയും ഏറ്റവും ചെറിയ വിലയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു തുണിക്കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ, അതിൻ്റെ ആ ഒരു ഏറ്റവും ഹയസ്റ്റ് എമൗണ്ടും ഏറ്റവും ലോവസ്റ്റ് എമൗണ്ടും. അതായത് ആൻസർ റേഞ്ച്, ഓപ്ഷൻ എ റേഞ്ച്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ പ്രധാനമന്ത്രി അധ്യക്ഷനായി പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിച്ച വർഷവും തീയതിയും. ഓപ്ഷൻ എ 1950 മാർച്ച് 15, ഓപ്ഷൻ ബി 1950 മാർച്ച് 31, ഓപ്ഷൻ സി 1951 ഏപ്രിൽ 1, ഓപ്ഷൻ ഡി 1952 ജനുവരി 1. ദ ആൻസർ ഈസ് 1950 മാർച്ച് 15. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
IRDP ഇന്ത്യയിൽ ആരംഭിച്ച വർഷം? ഓപ്ഷൻ എ 1979, ഓപ്ഷൻ ബി 1980, ഓപ്ഷൻ സി 1981, ഓപ്ഷൻ ഡി 1982. ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷനിൽ കറക്റ്റ് ഇയർ തന്നിട്ടില്ല. യഥാർത്ഥത്തിൽ 1978 അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത്. IRDPയുടെ ഫുൾ ഫോം എന്താണ്? ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമാണ്. ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് 1980 എന്നാൽ ആരംഭിക്കുന്നത് 1978. ഒരു ക്വസ്റ്റ്യനിൽ മിസ്റ്റേക്ക് ഉള്ളതുകൊണ്ട് തന്നെ അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ ഏതാണ് സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടാത്തത്? ഓപ്ഷൻ എ വാർദ്ധക്യകാല പെൻഷൻ, ഓപ്ഷൻ ബി പൊതുവിതരണ സമ്പ്രദായം, ഓപ്ഷൻ സി സ്കൂൾ കുട്ടികളിലുള്ള ഉച്ചഭക്ഷണ പരിപാടി, ഓപ്ഷൻ സി ദേശീയ ഗ്രാമീണ തൊഴിൽ പരിപാടി. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ദേശീയ ഗ്രാമീണ തൊഴിൽ പരിപാടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ ഗവൺമെൻറ്റിൻ്റെ റവന്യൂ വരുമാനത്തിൽ ഉൾപ്പെടാത്തത്? ഓപ്ഷൻ എ ഫീസ്, ഓപ്ഷൻ ബി നികുതി, ഓപ്ഷൻ സി പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഓഹരി വിറ്റഴിക്കൽ, ഓപ്ഷൻ ഡി പൊതുസ്വത്തിൽ നിന്നുള്ള ആദായം. ഇത് നമ്മൾ +2 ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ കർത്തവ്യങ്ങളും വ്യാപ്തിയും എന്ന് പറയുന്നൊരു ചാപ്റ്റർ ഉണ്ട്. അത് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇതിലെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഓഹരി വിറ്റഴിക്കൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ഇന്ത്യക്കാരൻ? ഓപ്ഷൻ എ ജഗദീഷ് ഭഗവതി, ഓപ്ഷൻ ബി അമർത്യ സെൻ, ഓപ്ഷൻ സി പ്രഭാത് പട്നായക്, ഓപ്ഷൻ ഡി KN രാജ്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇന്ത്യക്കാരൻ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി അമർത്യ സെൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. RBIയുടെ ഇപ്പോഴത്തെ ഗവർണർ? ഓപ്ഷൻ എ രഘുറാം രാജൻ, ഓപ്ഷൻ ബി ശക്തികാന്ത ദാസ്, ഓപ്ഷൻ സി സഞ്ജയ് മൽഹോത്ര, ഓപ്ഷൻ ഡി ഉർജിത് പട്ടേൽ. RBI ഗവർണേഴ്സ് നമ്മൾ എന്തായാലും നോക്കി പോകേണ്ട ഒരു ടോപ്പിക്കാണ്. നിലവിൽ RBI ഗവർണർ എന്ന് പറയുന്നത് സഞ്ജയ് മൽഹോത്രയാണ്. 2024 ഡിസംബർ മുതലാണ് അദ്ദേഹം RBI ഗവർണർ ചാർജ് എടുക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഡേവിഡ് മോറിസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സൂചകം ഏത്? ഓപ്ഷൻ എ പെർ ക്യാപിറ്റ ഇൻകം, ഓപ്ഷൻ ബി HDI, ഓപ്ഷൻ സി PQLI, ഓപ്ഷൻ ഡി QLI. ദ ആൻസർ ഈസ് ഓപ്ഷൻ സി PQLI. അപ്പോൾ HDI എന്ന് പറയുന്ന ഇൻഡെക്സ് കൊണ്ടുവന്നത് ആരാണ്? മെഹബൂബ് ഉൽ ഹക്കാണ്. രണ്ടും തമ്മിൽ കൺഫ്യൂഷൻ ആവരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നികുതി പരിഷ്കരണ കമ്മിറ്റിയുടെ ചെയർമാൻ ആര്? ഓപ്ഷൻ എ സി രംഗരാജൻ, ഓപ്ഷൻ ബി പി ചിദംബരം, ഓപ്ഷൻ സി രാജ ചെല്ലയ്യ, ഓപ്ഷൻ ഡി KN രാജ്. ദ ആൻസർ ഈസ് ഓപ്ഷൻ സി രാജ ചെല്ലയ്യ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ശിശുമരണ നിരക്ക് എത്ര? ഓപ്ഷൻ എ 9, ഓപ്ഷൻ ബി 16, ഓപ്ഷൻ സി 12, ഓപ്ഷൻ ഡി 7. ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി 7. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക്? ഓപ്ഷൻ എ SBI, ഓപ്ഷൻ ബി പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഓപ്ഷൻ സി ICICI, ഓപ്ഷൻ ഡി RBI. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ SBI. HSA സോഷ്യൽ സയൻസ് പരീക്ഷകൾക്ക് എക്കണോമിക്സിൻ്റെ ഭാഗത്തു നിന്നും ചോദിച്ചിട്ടുള്ള 2 ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അടുത്തൊരു പാർട്ടായിട്ട് മറ്റ് 2 ക്വസ്റ്റ്യൻ പേപ്പർ കൂടി ഡിസ്കസ് ചെയ്യാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, HSAക്ക് പഠിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.